നാളെ 10-ാം ഉദയമാണ്. 10-ാം ഉദയം എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ തിരിച്ചെടുക്കാൻ എല്ലാ സാധ്യതകളും കളമൊരുങ്ങി നിൽക്കുന്നു. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് ആ പ്രതികരണമുണ്ടാവും. ഉച്ചയ്ക്ക് മുമ്പ് ആ സൂചന ലഭിക്കുകയും ചെയ്യും. നാളത്തെ രക്ഷാപ്രവർത്തന ദൗത്യം നിർണായക മണിക്കൂറിലെ ഫൈനൽ അവറിലെ രക്ഷാപ്രവർത്തന ദൗത്യം ഏകോപിപ്പിക്കുന്നത് എം ഇന്ദ്രബാലനാണ്. നാളത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതലയും മേജർ എം ഇന്ദ്രബാലനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്വിക്ക് പേ ലിമിറ്റഡ് കമ്പനി നേതൃത്വത്തിലുള്ള ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ആയിരിക്കും നാളെ ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടത്തുക. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു തത്സമയം. എം ഇന്ദ്രബാലൻ, വെരി ഗുഡ് ഈവനിങ്. നമസ്കാരം. അങ്ങ് ഏറ്റവും ഒടുവിലത്തെ സിറ്റുവേഷൻ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അല്പസമയം മുമ്പ് ലോക്കൽ MLA പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സതീഷ് സെയിലുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നാളെ അദ്ദേഹവും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ശ്രീ എം ഇന്ദ്രബാലൻ്റെയും ഡ്രോൺ ബേസ്ഡ് ഡിറ്റൻഷൻ സിസ്റ്റത്തിൻ്റെയും എഫിഷ്യൻസിയിലും നാളത്തെ പെർഫോമൻസിലുമാണ്. തീർച്ചയായും നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നാളത്തെ പ്രധാനപ്പെട്ട സാധ്യതകളും വെല്ലുവിളികളും അതെന്തായിരിക്കും എം ഇന്ദ്രബാലൻ? ഞങ്ങൾ വളരെ പോസിറ്റീവാണ്. അതിൻ്റെ റീസൺ എന്താ പറഞ്ഞാൽ, ഇന്ന് എത്തിയപ്പോൾ വി ഗോട്ട് എ വെരി ഗുഡ് ബ്രീഫിംഗ് ഫ്രം ദ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, MLA ഇൻക്ലൂഡ്സ്, പിന്നെ ഇവിടുത്തെ DCPയും all the forces who have ഇവിടെ ഡിപ്ലോയ് ആയ നേവി, ആർമി, കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂനെ, SDRF എല്ലാവരും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്തു. ഡിസ്പൈറ്റ് റെയിൻ, ഡിസ്പൈറ്റ് ഹെവി വിൻഡ് അവിടെ നിന്നിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തന്നു. ആൻഡ് അവരുടെ എടുത്ത ഫോട്ടോഗ്രാഫ്സും അവർ ചെയ്ത സ്കാനിങ്ങും എല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി എടുപ്പം വി ആർ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് അവിടെ ഇപ്പോൾ അവർ ഹോം ഓൺ ചെയ്തൊരു സ്പോട്ട് അവർ കാണിക്കുന്നുണ്ട്. ആ സ്പോട്ടിലാവാൻ വെരി ഹൈ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെ അവർ വാട്ട് ദേ ഹാവ് സീൻ ഈസ് ഏബിൾ ടു ഫീൽ ദി സോണാറിൻ്റെ റിഫ്ലക്റ്റഡ് വേവ്സ് അവർ അറിഞ്ഞിട്ട് ഒരു നല്ല അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നേവിയുടെ സൈഡ് വേസ് ലുക്കിംഗ് സോണാർ ഉപയോഗിച്ചിട്ട്. അതേപോലെ CME കൊണ്ടുവന്ന്, മിലിറ്ററി കൊണ്ടുവന്ന് അവർക്ക് ഒരു മാഗ്നറ്റോമീറ്റർ ഉണ്ട്, ഫെറസ് ഡിറ്റക്ടർ, ഡീപ്പ് ഡിറ്റക്ടർ പറഞ്ഞിട്ട്. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് ദേ ഹാവ് ബീൻ ഏബിൾ ടു ഓൾസോ ഗെറ്റ് ബെറ്റർ സിഗ്നൽസ് ഇൻ ദാറ്റ് സ്പോട്ട്. അവിടുന്ന് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ആ സിഗ്നൽ ഇല്ല. അപ്പോൾ അതും ഈസ് എ വെരി ഗുഡ് ഇൻഡിക്കേഷൻ ദാറ്റ് അവിടെ ഒരു വലിയ മെറ്റാലിക് ഒബ്ജക്റ്റ് അടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടും ആൻഡ് ദ ഗുഡ് അസസ്മെൻറ്റ് മെയ്ഡ് ബൈ ദ SP പോലീസ് ആൻഡ് ദ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, അതെല്ലാം വെൻ യു ഡു എ ജോയിൻറ്റ് അസസ്മെൻറ്റ് ഓഫ് ഓൾ ദാറ്റ് വി ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് അവിടെ ആവാൻ ഒരു നല്ല ചാൻസ് ഉണ്ട്. ഇത് ചെയ്ത കാരണമാണ് വി ആർ ഏബിൾ ടു ഹാവ് എ സ്റ്റാർട്ട് പോയിൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാതെ വന്നതാണെങ്കിൽ വി വുഡ് ബി ചേസിങ് എ വൈൽഡ് ഗൂഡ്സ് ചേസ്. എവിടുന്ന് തുടങ്ങുന്നതെന്ന് അറിയില്ല. ആൻഡ് ഒരുപാട് ടൈം എടുക്കുമായിരുന്നു ടു ബി ഏബിൾ ടു കൺഫേം ദ സ്പോട്ട്. ഇപ്പോൾ നമുക്ക് ഈ അസസ്ഡ് സ്പോട്ടിനെ നമ്മുടെ അവിടെ ഡ്രോൺ കുറച്ച് ഫ്ലൈ ചെയ്തിട്ട് നന്നായി സ്കാൻ ചെയ്തിട്ട് അതിനെ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പാണ് കൺഫേം ചെയ്യാൻ പോകുന്നത്. അതിനെ ഒരു മോസ്റ്റ് ലൈക്ലി സ്പോട്ട് ഓഫ് ദി ട്രക്ക്. പിന്നെ ആ ട്രക്കിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണ്, എങ്ങോട്ടാണ് ഇത് കിടക്കുന്നത്, അതാണ് നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദി റഡാർ സിഗ്നൽസ്. ഓക്കെ. സോ ഒരു സംശയം പ്രാഥമികമായിട്ടുള്ളത്, നാളെ നമ്മൾ ഈ ലൊക്കേഷനും ഒബ്ജക്റ്റും ഡിറ്റക്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ, അഥവാ അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയാണോ ചെയ്യുക? അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റെന്താണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുക? അതിന് നമുക്ക് ഇവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഡിസിഷൻ എടുക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ കേസ് ഈ റെസ്ക്യൂ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അർജുനനെ എങ്ങനെ നമ്മൾ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുക, ആ പ്ലാൻ ചെയ്യാനായിട്ട് വി നീഡ് സർട്ടൻ ഇൻപുട്സ്. ആ ഇൻപുട്സാണ് സിവിൽ അഡ്മിനിസ്ട്രേഷനും നേവിയും കാത്തിരിക്കുന്നത്. ഏകദേശം ഈ ഒബ്ജക്റ്റ് കിടക്കുന്ന സ്ഥലം 15 മീറ്റർ താഴ്ചയിലാണ് എന്നാണ് നേരത്തെ ഡിഫൻസ് PRO എന്നോട് പറഞ്ഞത്. ഒരു 15 മീറ്റർ താഴ്ചയിൽ. നമ്മൾ നാളെ ഉപയോഗിക്കുന്ന ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് എത്ര മീറ്റർ താഴ്ചയിലുള്ള ഒബ്ജക്റ്റ് കൃത്യമായി അസസ് ചെയ്യാൻ സാധിക്കും? അത് അതേപടിയുള്ളൊരു ഇമേജ് ആയിരിക്കുമോ? അതായത് അതിൻ്റെ ഏത് സ്വഭാവത്തിലുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക? സോണാർ ഇമേജ് അങ്ങ് കണ്ടല്ലോ, അപ്പോൾ ആ സോണാർ ഇമേജ് പോലുള്ളൊരു ഇമേജ് ആയിരിക്കും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക. കുറച്ചുകൂടി വ്യക്തമായി ഈ ലോറിയാണ് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ഇമേജ് നമുക്ക് കിട്ടുമോ? കറക്റ്റ്. നമ്മുടെ സോണാറല്ല, നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിയാണ്. ആൻഡ് അത് കാരണം അതിൻ്റെ ഡിഫ്യൂഷൻ സോണാറിനെ പോലെ ഈ മഡി വാട്ടറിൽ അത്ര ഡിഫ്യൂഷൻ ആവില്ല. അപ്പോൾ സോണാർ വെച്ചിട്ടും ദേ ഹാവ് ഡൺ ആൻ എക്സലൻറ്റ് ജോബ് ഡിസ്പൈറ്റ് മഡി വാട്ടർ ഒരു നല്ല അസസ്മെൻറ്റ് ചെയ്തെടുക്കാനായിട്ട്.
നമ്മുടെ RF ബേസ്ഡ് ആയ കാരണം നമ്മളൊരു ഡാമിൻ്റെ ബേസ് ഇല്ലേ, ഫൗണ്ടേഷൻ, അതിൽ ഇൻടാക്റ്റ് ആണോ അതറിയാനായിട്ട് 30 മീറ്റർ ഡീപ്പ് ഡാം ആയിരുന്നു. അതിൽ നമ്മൾ പണ്ടേ പോയിട്ട് ഇതിൻ്റെ പ്രൊഫൈൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ വി ഹാവ് സക്സീഡഡ് ഇൻ വാട്ടറിൽ താഴെ പോയി വെദർ മഡി വാട്ടർ ആണോ അല്ലയോ RFൽ അത് ഡിഫ്യൂഷൻ അത്ര ആവില്ല. സോ വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് നമ്മുടെ സിഗ്നേച്ചർ വിൽ ബി ലിറ്റിൽ മോർ പ്രോമിനൻറ്റ് ആൻഡ് റീഡബിൾ മച്ച് ബെറ്റർ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൂടെ ഒരു വേറെ റിട്ടയർഡ് മേജർ ജനറൽ രാജേന്ദ്രനുണ്ട്. ഹീ ഈസ് എ റഡാർ സ്പെഷ്യലിസ്റ്റ്. ആർമിയിൽ നിന്ന് റഡാർ സ്പെഷ്യലിസ്റ്റ് കോഴ്സും ചെയ്തിട്ടുണ്ട്, കുറേ നാൾ റഡാറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ എബിലിറ്റി ടു റീഡ് ദ സിഗ്നൽ ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ് ഈസ് ഓൾസോ വെരി ഹൈ. പിന്നെ നമ്മുടെ കൂടെ വന്നിരിക്കണ ഇപ്പോൾ മിസ്റ്റർ രാജീവ് റോയ്, അവരാണ് CTO. ഹീ ഈസ് ദ പേഴ്സൺ ഹു ഡെവലപ്ഡ് ദിസ് എൻറ്റയർ സിസ്റ്റം. ഇത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇറക്കിയത്. അപ്പോൾ വി ഹാവ് ഡൺ നമ്പർ ഓഫ് ട്രയൽസ്. മഡി വാട്ടർ ആണെങ്കിലും ശരി, വളരെ ഒഴുക്കുള്ള വെള്ളമാണെങ്കിലും ശരി, ഇത്തരത്തിൽ ആഴമുണ്ടെങ്കിലും ശരി, മഡി വാട്ടർ, ഒഴുക്ക്, ആഴം, ഇത് മൂന്നും ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായ ഒരു ഇമേജിൻ്റെ സെൻസ് കിട്ടും അല്ലേ? അതാണ്, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് മോർ കോൺഫിഡൻസ് അബൌട്ട്. ഒരു കാര്യം ഇന്ദ്രബാലൻ, ആ ഇമേജ് കണ്ടപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നിയത്? അതിൻ്റെ ഉള്ളിൽ ട്രക്കിലൊരു മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക്, അതായത് എൻ്റെ ഒറ്റ ചോദ്യം, സ്ട്രെയിറ്റ് ചോദ്യം, അർജുൻ അവിടെയുണ്ട് എന്നുള്ളത് നമ്മുടെ നാളത്തെ ഡിറ്റക്ഷനിലൂടെ തെളിയുമോ, അതല്ല ട്രക്ക് അവിടെയുണ്ട് എന്നതായിരിക്കുമോ നമ്മുടെ ഡിറ്റക്ഷനിൽ വെളിവാകുന്നത്? അല്ല, ഇപ്പോൾ ട്രക്കിൻ്റെ അകത്ത് അവരുണ്ടെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇറക്കാൻ പറ്റില്ല. ഏതെങ്കിലും സെപ്പറേറ്റ് ഒരു ഇങ്ങനത്തെ ബോഡി ഒന്നും ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ വി ആർ ക്യാരിയിങ് വൺ തെർമൽ ഇമേജർ വിത്ത് അസ്. അവ തെർമൽ ഇമേജിൽ നമ്മൾ നോക്കിയിട്ട് കുറച്ചൊരു ഹീറ്റ് ജനറേറ്റ് ആവണമെങ്കിൽ ബോഡിയിൽ നിന്ന് അത് പുറത്ത് വരികയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഒരു സെപ്പറേറ്റ് ഹീറ്റ് സിഗ്നേച്ചർ. ആ ഹീറ്റ് സിഗ്നേച്ചർ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ മേക്ക് എ ഫെയർ അസസ്മെൻറ്റ്. ഇപ്പോഴും അവിടെ അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ചിലപ്പോൾ അർജുനൻ്റെ ഹിസ് സർവൈവൽ അതിനകത്തായിരിക്കും എന്ന് പറയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ വരുന്ന ഡ്രോൺ ഡിറ്റക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തൊരു സർവൈവർ ഉണ്ടോ എന്ന് പറയുക സാധ്യമല്ല. പക്ഷേ അതിനോടൊപ്പമുള്ള തെർമൽ ഇമേജ് സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് സർവൈവർ ഉണ്ടോ എന്ന് നമുക്ക് പറയാം, പ്രൊവൈഡഡ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ടെമ്പറേച്ചർ ഉണ്ടാവണം അല്ലേ? കറക്റ്റ്, വെരി കറക്റ്റ്. ബട്ട് ചാൻസസ് ഡിം, ഡെഫിനറ്റ്ലി നമുക്ക് പ്രതീക്ഷയോടിരിക്കാം. ഒരു സംശയം, ഈ നമ്മുടെ ഇപ്പോഴത്തെ സോണാർ സിസ്റ്റത്തിൽ കണ്ട ഇമേജ് പ്രകാരം എന്നോട് അതുൽ പിള്ള അതിനകത്ത് ഡീകോഡ് ചെയ്ത് പറഞ്ഞത് ലോറി ചരിഞ്ഞാണ് കിടക്കുന്നത് എന്നാണ്. അതായത് ഒരു സൈഡ് ചരിഞ്ഞാണ് ലോറി കിടക്കാൻ സാധ്യത, ഹൈ പ്രോബബിലിറ്റി എന്നാണ് ഡിഫൻസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. നാളെ നമ്മുടെ ഈ ഡിറ്റക്ഷൻ നടത്തുമ്പോൾ, ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷനിൽ ഈ ലോറിയുടെ ഡയറക്ഷൻ കൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ചരിഞ്ഞാണോ തലകീഴായാണോ കിടക്കുന്നത്, അങ്ങനെ അറിയാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. വി ഹാവ് എ ഫെയർ ചാൻസ്. പക്ഷേ അത് നമുക്ക് കാണിച്ച് തരാൻ പറ്റില്ല, കാരണം ദിസ് എൻറ്റയർ സിസ്റ്റം ഇസ് സ്റ്റിൽ അണ്ടർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ സിഗ്നേച്ചർ നമുക്ക് മീഡിയയിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, നമ്മളിത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത് ഫോർ സെക്യൂരിറ്റി പർപ്പസസ് ആണ്. ബട്ട് നമ്മുടെ അസസ്മെൻറ്റ് നമ്മൾ ഡെഫിനറ്റ്ലി തീരുമ്പോൾ എല്ലാവർക്കും അറിയിക്കും. ഇനി എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനും പുറത്ത് മറ്റൊരുപാട് ഒബ്ജക്റ്റുകൾ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവാം. 15 മീറ്റർ താഴെയാണല്ലോ. പ്രത്യേകിച്ച് ഗംഗാവാലി പുഴയുടെ ഒരു ടെറൈൻ അങ്ങ് പഠിച്ചിട്ടുണ്ടാവും. ഈ വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ധാരാളം മരങ്ങളും ചെടികളും ഒക്കെ ഈ ഒഴുക്കിൽ വന്ന് പെട്ടിട്ടുണ്ടാവും. വലിയ കൂന അതിന് പുറത്തുണ്ടാവും, മണ്ണിൻ്റെ കൂന അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പുറത്ത് പാറക്കഷണങ്ങളൊക്കെ ഉണ്ടാവാം ഒരു പക്ഷേ, 15 മീറ്റർ താഴ്ചയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പാറയുടെ താഴെയാണെങ്കിലും മഡ് വന്ന് മൂടിയിട്ടുണ്ടെങ്കിലും അതിന് പുറത്ത് തടികളുണ്ടെങ്കിലും നമുക്ക് ഈ ലോറിയെ ട്രേസ് ചെയ്യാൻ സാധിക്കുമോ ഇന്ദ്രബാലൻ? അതുണ്ട്. ബിക്കോസ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയലിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഒരു ഡയലക്ട്രിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ആ ഡയലക്ട്രിക് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ വി ആർ ട്രൈങ് ടു ഐഡൻറ്റിഫൈ ദി നേച്ചർ ഓഫ് ഒബ്ജക്റ്റ്. സോ മെറ്റലിൻ്റെ ഡയലക്ട്രിക് പ്രോപ്പർട്ടി വേറെയാണ്, വുഡിൻ്റെ വേറെയാണ്, എക്സ്പ്ലോസീവിൻ്റെ വേറെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ വേറെയാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. ആ സിഗ്നേച്ചറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ മേലെ മണ്ണ് കിടക്കുകയാണെങ്കിലും ത്രൂ ദി മഡ് വി ക്യാൻ ഡിറ്റക്ട് പോസിബിലിറ്റി ഓഫ് മെറ്റൽ സെപ്പറേറ്റ്ലി. ബിക്കോസ് അതിന് വേറൊരു ഡയലക്ട്രിക് പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ സിഗ്നേച്ചറായിട്ട് വേറായിട്ട് കിട്ടും.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുഴയിൽ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ അകലെയാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 80-70 മീറ്റർ മാറിയിട്ട് വലിയ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ ഈ ഡ്രോൺ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എക്സാക്ട് ലൊക്കേഷൻ, അതായത് ഒരു 30 മീറ്റർ 40 മീറ്റർ വ്യത്യസ്തത്തിൽ പല ഒബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, ആ ഒബ്ജക്റ്റുകളിൽ നിന്ന് ഇത് ലോറിയാണ് എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ ഈ ഡിറ്റക്ഷൻ സംവിധാനത്തിലുണ്ടാകുമോ? കാരണം ഒരു ഭാഗത്ത് വലിയ മൺകൂന, അതിൻ്റെ മറുഭാഗത്ത് വലിയ പാറകൾ, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ചിലപ്പോൾ തടിക്കഷ്ണങ്ങൾ അടക്കമുണ്ടാവും. അപ്പോൾ ലോറിയെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ആണെങ്കിൽ മെറ്റൽ പ്രസൻസ് വേർതിരിച്ചറിയാൻ സാധിക്കുമല്ലോ. അതാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് പോർഷൻ. ഡോക്ടർ അരുൺ ചോദിക്കുന്ന ചോദ്യം വളരെ റെലവൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പോർഷൻ. അതാണ് നമ്മൾ ആസ് വി ഗോ ബൈ നമ്മുടെ ഡേറ്റാബേസ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ our own database through machine learning will be able to do it independent of human intervention. പക്ഷേ ഇപ്പോൾ സിൻസ് അത്ര ഡേറ്റാബേസ് ബിൽഡ് ആവാത്ത കാരണം വി വിൽ ഹാവ് ടു ഹാവ് എ കോമ്പിനേഷൻ ഓഫ് യൂസിങ് അവർ അൽഗോരിതം, ഓഗ്മെൻറ്റഡ് AI ആൻഡ് ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ പോസിബിലിറ്റീസ്. അതിനാണ് ഞാൻ പറഞ്ഞത് വി ഹവ് ട്രൈ ടു ബ്രിങ് വൺ റഡാർ എക്സ്പേർട്ട് വിത്ത് അസ് സോ ദാറ്റ് നമ്മുടെ അസസ്മെൻറ്റ് ഇൻ്റർപ്രിട്ടേഷന് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കാനായിട്ട്. ഈ ഇന്ദ്രപാലൻ, നേരത്തെ എവിടെയെങ്കിലും സമാനമായ രീതിയിൽ ഒഴുക്കുള്ള പുഴയിൽ ഇതേപോലെ ഏതെങ്കിലും 15 മീറ്ററോളം താഴ്ചയിൽ ഇത്തരം ഒബ്ജക്റ്റുകൾ ട്രേസ് ചെയ്ത മുൻ അനുഭവങ്ങൾ എന്തെങ്കിലും നമുക്കുണ്ടോ? അല്ലെങ്കിൽ ഈ മെഷീൻ എവിടെയെങ്കിലും സമാനമായ സാഹചര്യത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടോ ഇത്തരം റെസ്ക്യൂ മെഷീൻ? ആസ് എ സെഡ്, ഇപ്പോൾ ഈ നമ്മൾ ട്രയൽ സ്റ്റേജസ്, ഫൈനൽ ട്രയൽ സ്റ്റേജസിലാണ് ബിഫോർ കൺവേർട്ടിങ് ഇൻ ടു എ കൊമേഴ്ഷ്യലി അവൈലബിൾ പ്രോജക്റ്റ്. അപ്പോൾ ആ സ്റ്റേജിലായ കാരണം വി ഹാവ് ഡൺ ഓൾ സൈഡ്സ് ഓഫ് ട്രയൽസ്. നമ്മുടെ ബെഡ് മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ബെഡ് പ്രൊഫൈലിംഗ് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ ഡാമിൻ്റെ ഫൗണ്ടേഷൻ പ്രൊഫൈലിംഗ് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടിയത് ടു ബി ഏബിൾ ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു വാട്ടർ എക്സ്റ്റെൻഡ് പോസിബിൾ ഫോർ. ഓക്കെ, ഞാൻ അധികം വൈകിപ്പിക്കുന്ന ഒറ്റ ചോദ്യം കൂടി. ഇപ്പോഴും നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. നാളെ കനത്ത മഴയാണെങ്കിലും ഈ മെഷീനറി പ്രവർത്തിക്കുമല്ലോ അല്ലേ? ഒരുപാട് മഴയാണെങ്കിൽ പറ്റില്ല, മഴയും കാറ്റുമില്ലാണെങ്കിൽ പറ്റില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ് ആണെങ്കിലും ഒരു കറൻറ്റിൻ്റെ വിൻഡ് നോട്ട്സ് ഒരു 10 knots ഒക്കെ വിൻഡ് ആണെങ്കിൽ നമ്മുടെ ഡ്രോൺ അതിനെടുക്കാൻ പറ്റും. പക്ഷേ ഒരു 20 knots 50 knots വിൻഡ് കൂടിക്കഴിഞ്ഞാൽ ഡ്രോണിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. വിൽ ഹാവ് ടു ബെറ്റർ മാനേജ് ദ ഡ്രോൺ. ബട്ട് അപ് ടു 10 to 12 knots ഓഫ് വിൻഡ് നമ്മുടെ ഡ്രോൺ സ്റ്റേബിളാണ്. അതേപോലെ മഴ, കുറച്ച് മഴ ഈസ് നോട്ട് എ പ്രോബ്ലം. കൂടുതൽ മഴ ആയി കഴിഞ്ഞാൽ അകത്ത് കയറിയിട്ട് പ്രോബ്ലം ആവാൻ ചാൻസ് ഉണ്ട്. സോ വി ആർ ഹോപ്പ്ഫുൾ ദാറ്റ് നമുക്കൊരു വിൻഡോ, നല്ലൊരു വിൻഡോ കിട്ടിയാൽ മതി, അതിൽ ചെയ്യാം. ഇൻഫാക്ട് ഇന്ന് രാത്രി നമുക്ക് ചെയ്യാമായിരുന്നു. വി ഹാവ് നൈറ്റ് കേപ്പബിലിറ്റി ഓപ്പറേഷൻസ് ഓൾസോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബാറ്ററി ശരിക്ക് ഇവിടെ ടൈമിലെത്തിയാതെ കാരണം വി ഹാവ് ടു വെയിറ്റ് ടിൽ ടുമോറോ മോർണിംഗ്. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഇത് തുടങ്ങി തന്നെ ചെയ്യാൻ. നാളെ ഇപ്പോൾ എക്സാക്ട്ലി ഇത് രാജധാനിയിലാണ് വരുന്നതെന്ന് എനിക്കറിയാം. രാജധാനിയിൽ ഈ ഡ്രോൺ വരുന്നത് എവിടെയാണ്? മഡ്ഗാവിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണോ വരിക? അല്ല, കാർവാറിലാണ് ഡ്രോണും ബാറ്ററിയും. ഒരു ഡ്രോൺ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ റിഡൻഡൻസിക്ക്. മെയിൻ ഡ്രോണും ബാറ്ററിയും നാളെ 9:30 കാർവാറിലെത്തും. അപ്പോൾ നാളെ ഈ ഇപ്പോൾ കൊണ്ടുവന്ന ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ റൺ നാളെ നടത്തുമോ രാവിലെ? എത്തിക്കാനായിട്ട് അവർ രാജധാനി വരുന്നതിന് മുൻപായിട്ടൊരു ട്രയൽ റൺ അല്ല, പറ്റില്ല. കാരണം ബാറ്ററി വരാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഒരു കാര്യം, ബാറ്ററി വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നടത്തായിരുന്നു. പക്ഷെ അതിൻ്റെ എന്താ ഫീഡിങ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ഇപ്പോൾ രാത്രി ഇരുന്ന് ഫീഡിങ് ചെയ്യും. നമുക്ക് നേവിയിൽ നിന്നൊരു നല്ല കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ബോക്സ് ഷേപ്പിൻ്റെ കോർണർ ഷേപ്പ്. ആ കോർഡിനേറ്റ്സിനെ എങ്ങനെയാണ് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഡ്രോണിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ആ പാറ്റേൺ നമ്മൾ ഫീഡ് ചെയ്യും. സോ ദാറ്റ് ഡ്രോണിൻ്റെ മൂവ്മെൻറ്റ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് അക്യുറേറ്റ് പോസിബിൾ. അതൊക്കെയാണ് നമ്മൾ രാവിലെ ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്ത് റെഡിയാക്കാൻ പോകുന്നത് ബിഫോർ വി സ്റ്റാർട്ട് ദി ഓപ്പറേഷൻ. ഫ്രം അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ ഒരു ചോദ്യം ചോദിക്കട്ടെ. അത് ഞങ്ങളുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ്. ഞങ്ങൾ നാളെ ഇതുവരെ വളരെ ഡ്രോണുകളെല്ലാം വളരെ ഉയരത്തിൽ പറത്തി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. നാളെ അത്തരം ഡ്രോണുകളൊന്നും അനുവദിക്കില്ലല്ലോ അല്ലേ? നമ്മുടെ ഒരു ഫ്രീക്വൻസി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വി വിൽ മിനിമൈസ് ഇൻ്റർഫിയറൻസ്. കാരണം ദർ ഈസ് സംതിങ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ കൂടുതൽ അവിടെ ഒരുപാട് ഇലക്ട്രോണിക് സിഗ്നൽസ് പോരണമെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദി സിഗ്നേച്ചർ ക്വാളിറ്റി. അപ്പോൾ അത് ആ ക്വാളിറ്റിയെ കേട് വരുത്താതെ ടു ഗെറ്റ് ബെസ്റ്റ് ക്വാളിറ്റി സിഗ്നേച്ചർ വി ഹാവ് റിക്വസ്റ്റഡ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ടു മിനിമൈസ് പ്രസൻസ് ഓഫ് ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ്, സ്പെഷ്യലി ഹൈ പവർഡ് ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്. ഈ ക്യാമറ ഒരു 250 മീറ്ററൊക്കെ ദൂരെ ക്യാമറ വെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ?
അല്ല, ക്യാമറ ഷുഡ് നോട്ട് ബി എ പ്രോബ്ലം ബിക്കോസ് ക്യാമറയുടെ വർക്കിംഗ് സിസ്റ്റം പോലെയാണ്. ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സാണ് കുറച്ച് RF സിഗ്നേച്ചേഴ്സ് ഒക്കെ ആണെങ്കിലാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ക്യാമറ ഷുഡ് നോട്ട് ബി എ പ്രോബ്ലം. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ് സർ. ഒരു കാര്യം കൂടി, ഇപ്പോൾ കാർവാറിൽ എപ്പോഴാണ് രാജധാനിയിൽ ഇത് എത്തുന്നത്? എക്യുപ്മെൻറ്റ് എത്തുന്നത് എപ്പോഴാണ്? 9 മണിയാണോ ടൈം? 6:30 9:30 അത് എത്തുന്നത്. 6:30 കാർവാറിലെത്തും, 9:30 ഷിരൂരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അല്ല 9:30 കാറോട് എത്തുന്നത്. അവിടെ കുറച്ച് ദ സ്റ്റോപ്പ് ഈസ് ഓൺലി 2 minutes. സോ വി റിക്വസ്റ്റഡ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റോപ്പിനെ കുറച്ച് നമുക്ക് കൂട്ടിത്തരാനായിട്ട്, സോ ദാറ്റ് ദി എക്യുപ്മെന്റ് ക്യാൻ ബി സേഫ്ലി അൺലോഡഡ്. അതിന് നല്ല ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സിവിൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വെരി മച്ച് സപ്പോർട്ടിങ് us. 1.5 hours സ്റ്റാൻഡിങ് ടൈം 1.5 മണിക്കൂർ അല്ലേ? ഒരു 10 മണി 11 മണിയോട് 1 hour എത്തുന്നാണ് പറയുന്നത്. 11 o'clock നമുക്ക് എത്തിക്കാൻ സാധിക്കും. റോഡൊക്കെ നല്ല റോഡാണ്. അതെ 11 മണിക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ദ്രപാലൻ പാലക്കാട് എന്നുള്ള ആളാണ് എന്നാണ് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് എൻ്റെ അടുത്ത് സതീഷ് കൃഷ്ണശൈൽ. പേഴ്സണലി യു ആർ ഫ്രം പാലക്കാട്, പ്രോപ്പർ പാലക്കാട് ഓർ ഇന്റീരിയർ പാലക്കാട്? പാലക്കാടിലൊരു ഗ്രാമമുണ്ട്, കൊട്ടേക്കാട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ ജന്മമായത്. അമ്മയും ഉണ്ട്, അവിടെ ഗ്രാൻഡ് മദറും ഉണ്ട്. ഓക്കെ, എനിക്കറിയാം, ഞാൻ വടക്കന്തരയാണ്. നമുക്കും അർജുനനെ എങ്ങനെയാണ് രക്ഷിക്കുക അത്. ഓക്കെ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് എ ലോട്ട്. എന്തായാലും വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് നാളെ എന്തായാലും എഫേർട്ട് എടുക്കാം ഒരുമിച്ച് തന്നെ. താങ്ക് യു. നാളെ ഞാനും എത്തുന്നുണ്ട്, നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം ശ്രീ ഇന്ദ്രപാലൻ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.